കുഞ്ഞുങ്ങൾക്ക് മലയാളത്തിലെ സുന്ദരി കുട്ടികളിലൂടെ ചായങ്ങൾ തീർക്കുന്ന സൗന്ദര്യ മത്സരവേദി ഇൻസ്പയർ പ്രസൻസ് സുന്ദരിക്കുട്ടി സീസൺ 5ന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കുട്ടി കുറുമ്പുകൾ വരുന്നതിന് മുമ്പായിട്ട് വലിയ കുറുമ്പുകളെ വിളിക്കാനുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ജഡ്ജസ് ആണ്. വളരെ സ്നേഹത്തോടു കൂടി അവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി മലയാള സിനിമയിൽ തന്നെ തൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാനം നേടിയെടുത്തുകൊണ്ട് ലാലേട്ടനെയും മമ്മൂക്കയെയും എല്ലാവരെയും വെച്ച് സിനിമ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സുപരിചിതനായിട്ടുള്ള കുട്ടികളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഡയറക്ടർ സലാം ബാപ്പു സർ, സാറിനെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് സർ. സാറിന് ഭയങ്കര ഫ്രീക്ക് ആയിട്ടാണല്ലോ, ആ ചുള്ളനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്പെക്സ് ഒക്കെ കാണാനായിട്ട്. സോ അപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ അതിനൊക്കെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു ആളാണ് സാറായിരിക്കും അല്ലേ? ഒരുപാടൊക്കെ സാറിന്റെ കഥകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ടത്. സോ ഇവിടുത്തെ മുഹൂർത്തങ്ങളെ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ആദ്യത്തെ മുഹൂർത്തമായിരിക്കും. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് നമ്മുടെ ഈ പുതിയ തലമുറയിൽ ഇങ്ങനെ ഒരുപാട് വേദികൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം വളരെ ടാലൻ്റായിട്ട് കുട്ടികളാണ്. ഇപ്പം എനിക്ക് വളരെ അത്ഭുതമാണ് ഇവിടെ ഓരോ കുട്ടികൾ വരുമ്പോഴും അവരുടെ പെട്ടെന്നുള്ള ഓരോ അത് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി യാത്ര ചെയ്യുന്നു. ഈ യാത്രകളിൽ നമ്മൾ കണ്ടാലറിയാം, ഒരു കുട്ടി ആദ്യം വരുമ്പോഴും ആ ലുക്കിലല്ല അടുത്ത റൗണ്ടിൽ വരുന്നത്. നമുക്ക് തന്നെ സംശയമാവും. പിന്നെ പേര് നോക്കുമ്പോഴൊക്കെയാണ് ഇത് നേരത്തെ വന്ന ആളാണോ ഇപ്പോൾ വന്നത് എന്നുള്ള രീതിയിലായിരിക്കും. അത് ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസിലാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ബേസിലാണെങ്കിലും എല്ലാം ചേഞ്ചസ് ആണ്. അത് അവരോട് എന്താ പറയുക, ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേദികൾ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഒരു കാര്യവും കൂടെ വളരെ എനിക്ക് സന്തോഷത്തോടെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറകിൽ നിൽക്കുന്ന ഇവരുടെ പാരൻസിനോട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ ഇത് സുന്ദരിക്കുട്ടി കാണുന്ന ഒരുപാട് പേര് കുട്ടികൾ പറയും ഞങ്ങൾക്ക് സുന്ദരിക്കുട്ടി വേദിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ടാവും. പക്ഷെ അതിന് വില്ലിംഗ് ആയിട്ടുള്ള പാരൻസും കൂടെ ഉണ്ടാവണം. എങ്കിലേ അവർക്ക് ഇത്തരത്തിലുള്ള വെട്ടിപ്പിടിക്കലുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ എനിക്കറിയാം ഇവിടെ വന്ന കുട്ടികളെക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇനിയും പുറത്ത് നിൽപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസ് ഇതിന് തയ്യാറാവുമ്പോഴാണ് അങ്ങനെ സ്വന്തം കുട്ടികൾക്ക് ഇങ്ങനൊരു വേദി കിട്ടുന്നത്. ആ വേദി ഇവിടെ വന്ന എല്ലാ പാരൻസിനും ഒരു അപ്പോൾ എന്തായാലും അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുട്ടികളോടല്ല, കുട്ടികളുടെ പാരൻസിനോട് ഇതുപോലുള്ള വേദികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ, അപ്പോൾ സാറിൻ്റെ നല്ല ഉപദേശങ്ങൾ കേൾക്കാനായിട്ടും ആ ഒരു വഴിയെ സഞ്ചരിക്കാനുമായിട്ടും അത്ര വലിയൊരു ഭാഗ്യം ഇനി കുട്ടികൾക്ക് കിട്ടാനില്ല. അപ്പോൾ അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാറ് റെഡിയല്ലേ? ഞാൻ റെഡി, ഞാൻ എപ്പോഴേ റെഡി. ഓക്കെ സർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. വലിയ വ്യക്തിയായിരിക്കെ കുട്ടിയോളം ചെറുതാവുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത്രത്തോളം ചെറുതായി നിന്നുകൊണ്ട് അവരെ വാല്യുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യവുമാണ് താനും. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അത്തരത്തിലൊരു ജഡ്ജിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻമരിയ മാം. ഹായ് മാം. ഹായ് മാം. ഭയങ്കര വേണ്ട, എല്ലാ ദിവസവും സൂപ്പിക്കണ്ട. അഖില ഇന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാം. താങ്ക് യു. പക്ഷെ മാം ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും സുന്ദരികളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരു ഡയലോഗ് പറയാം, എന്നെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പാ. അല്ല, എന്നാലും നല്ല സുന്ദരിയാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പാന്നാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ സുന്ദരി കുട്ടികളെ ജഡ്ജ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതെ അതെ മാം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ദിലീപേട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരോട് എന്താണ് സിനിമയെക്കുറിച്ച്, സീരിയൽ നമുക്ക് പിന്നീട് സംസാരിക്കാം, സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? എന്ത് പറയാനാ, അവർക്കെല്ലാം അറിയാം. കുട്ടികൾ നന്നായി, നമ്മളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല. സിനിമയെക്കുറിച്ചാണെങ്കിലും സീരിയലിനെ കുറിച്ചാണെങ്കിലും ഒന്നും പറയാനില്ല. അവർ നമ്മളെക്കാളും
ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാം. അപ്പോൾ പിന്നെ അവരോട് ഒന്നും പറയാനില്ല. ഓക്കെ, കുട്ടികളോട് ഒന്നും പറയാനില്ല. അവര് നല്ല മിടുക്കി കുട്ടികളാണ്. നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മാമാണ്. സോ അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്താലോ? ഷുവർ. കാര്യമായിട്ട് ജഡ്ജ് ചെയ്യാം ഇന്നിരുന്നിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേദിയിലേക്കല്ല, ജഡ്ജിങ് പാനലിലേക്ക് പോവാം. Okay, thank you. ഞാൻ നിന്നോളാം. താങ്ക് യു. ഓക്കെ മാം, പ്ലീസ്. ഓക്കെ. സുന്ദരിക്കുട്ടിയുടെ ജഡ്ജിങ് പാനൽ എപ്പോഴും വിവിധ രംഗങ്ങളിലെ പ്രഗത്ഭരാൽ സമ്പന്നമാണ്. അങ്ങനെ നമ്മളുടെ ഫാഷൻ രംഗത്ത് നിന്ന് ഒരു സുന്ദരി ജഡ്ജ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം പൂജ കൃഷ്ണ. പൂജ മാം. ഹായ് പൂജ. ഹായ്. പൂജ ഒന്നും പറയണ്ട, ഓൾവേസ് സുന്ദരിയാണ്. Oh my God. Look at you. You are so cute today. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ മാമുമായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല നമ്മുടെ കുട്ടികൾക്ക്, അല്ലെ? വലിയ ഏജ് ഡിഫറൻസ് ഇല്ലല്ലോ. 10, 40, 50 വയസ്സിന്റെ ഒന്നും ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. സോ അപ്പോൾ ഏകദേശം നമ്മൾ ഒരേ ജനറേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 ജനറേഷൻ മുമ്പുള്ള ആളുകളാണ്. അന്നത്തെ കുട്ടികളുടെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ കുട്ടികളുടെ പാരൻസിന് എന്ത് മാറ്റമാണ് ഫീൽ ആയിട്ടുള്ളത്? ആക്ച്വലി ഞാനത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഇവിടെ ഞാൻ കാണുന്നുണ്ട് പാരൻസ് ഒക്കെ എത്ര സപ്പോർട്ടീവാണ് കുട്ടികൾക്ക്. എനിക്കത് കാണുമ്പോൾ ആക്ച്വലി ചെറുതിലെ എൻ്റെ മമ്മ എന്നെ ഇതേപോലെ ഓരോ പ്രോഗ്രാമിന് കൊണ്ടുപോയതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അവരോടാണ് ആക്ച്വലി താങ്ക്സ് പറയേണ്ടത്. കാരണം കമ്മിങ് ജനറേഷൻ ആണല്ലോ നമ്മുടെ വേൾഡിനെ ബിൽഡ് ചെയ്യുന്നത്. അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പാരൻസിന് വേണം ആദ്യം ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് അസ് ദീസ് ലിറ്റിൽ ബഡ്സ്. ആൻഡ് അവർക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുക, പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെയാണ് അവർക്ക്. കുട്ടികളുടെ കൂടെ കുറേ നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അവർ ആ കുട്ടിയുടെ കരിയറിന് അത് എത്രത്തോളം വളരാൻ പറ്റുമോ അത്രയും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള. അതെ. പിന്നെ ഇപ്പം കുട്ടികളെ പറ്റിയിട്ട് പഴയ പോലെ പാരൻസ് എൻ്റെ കുട്ടികൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിലപ്പുറം കുട്ടികൾക്ക് അതാവണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പലപ്പോഴും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ ജഗജില്ലികളായിട്ടുള്ള കുട്ടികളാണ് വരാൻ പോകുന്നത്. അവരെ മാർക്കിടാൻ, അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പലപ്പോഴും കാണുന്നുണ്ട് ഞാൻ. ജഡ്ജസ് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, കുട്ടികളെ കമന്റ് അടിക്കുക തുടങ്ങി വലിയ കുസൃതികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാർക്ക് കൂടി ഇട്ടേക്കണേ. ഓക്കെ, അപ്പോൾ ജഡ്ജിങ് പാനലിലേക്ക് പോയാലോ? ഓക്കെ, താങ്ക് യു. എറണാകുളത്തിന്റെ എനർജി സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് ഫോർട്ട് കൊച്ചി എന്നാണ്. ഫോർട്ട് കൊച്ചിയുടെ എനർജി ഉള്ള ഒരു സുന്ദരി കുട്ടിയെ നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം അലൈക ലിനു. മൈക്ക് തന്നതുകൊണ്ട് കേട്ടില്ല, ഒരു ഹലോ നേരിട്ട് പറഞ്ഞോളൂ. ഹലോ. അലൈക ഫോർട്ട് കൊച്ചി എന്നാണ് വരുന്നത് അല്ലേ? അവർ എനർജി ഒക്കെ ഉണ്ടോ ഉള്ളില്? ഓക്കെ, ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് കാണാനുള്ളത് എന്താ? കാർണിവൽ. കാർണിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആണല്ലേ? ഓക്കെ, കാർണിവൽ എപ്പോഴാണ് നടക്കുക? ജാനുവരി 1. ജാനുവരി. അപ്പൊ ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നും വരുന്നൊരു ഫെസ്റ്റിവൽ ആണ്. എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഓഫ് അട്രാക്ഷൻസ് ഒന്ന് പറഞ്ഞു തരാവോ? അതിങ്ങനെ കുറേ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധനും കുറേ സ്റ്റാച്യൂസൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേരുണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും കാർണിവലിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനും എനിക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, എല്ലാ വർഷവും കാർണിവലിന് പോകാറുണ്ടല്ലേ? അതെ. ഓക്കെ, അതുപോലെ ആ കാർണിവലിന്റെ ആഘോഷം പോലെയുള്ള ഒരു ഫ്ലോർ ആണ് ഇത് സുന്ദരിക്കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? ആ ഒരു സന്തോഷത്തോടു കൂടിയും എനർജിയോടും കൂടിയൊക്കെ വോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അലൈക കുട്ടിയുടെ ട്രഡീഷണൽ റാംബോ കാണാം.
രസമായിരുന്നു റാമ്പ് വോക്ക് കാണാൻ. എന്ത് തോന്നി റാമ്പ് വോക്ക് ചെയ്തപ്പോ? നന്നായി ചെയ്തു. നന്നായിട്ട് ചെയ്തു എന്ന് തോന്നി അല്ലേ? സ്വയം തോന്നി. പക്ഷെ അത് ശരിക്കും പറയേണ്ടത് ആരാ? ജഡ്ജസ് ആണ്. പക്ഷേ ജഡ്ജസ് അത് പറയണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരോട് പറയണം. റെഡിയാണോ? അത് പറയേണ്ട റൗണ്ട് ഏതാ? സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞേക്കട്ടെ പ്രേക്ഷകരുടെ അടുത്ത്. അലൈക്കക്കുട്ടിയുടെ വിശേഷങ്ങളുമായിട്ട് വരുവാണ്, കേട്ടോളൂ. നമസ്കാരം, എൻ്റെ പേര് അലൈക്ക. വീട്ടിലെല്ലാവരും എന്നെ അല്ലു എന്നും മിച്ചു എന്നും വിളിക്കും. ഞാൻ വരുന്നത് കൊച്ചിൻ കാർണിവലിൻ്റെ സ്വന്തം സ്ഥലമായ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അപ്പയും മമ്മിയും പിന്നെ കുഞ്ഞനീത്തിയുമാണുള്ളത്. എൻ്റെ അപ്പയുടെ പേര് ലിനു, മമ്മിയുടെ പേര് അനില, പിന്നെ എൻ്റെ അനീത്തിയുടെ പേരോ ടാഷ. ഞാൻ അവളെ ടാഷമ്മ എന്ന് വിളിക്കും. ഞാൻ സേക്രഡ് ഹാർട്ട് CMI പബ്ലിക് സ്കൂൾ 5th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഡാൻസിങ്ങിനോടും ആക്ടിങ്ങിനോടും മോഡലിങ്ങിനോടും സ്വിമ്മിങ്ങിനോടും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇതിലേറ്റവും പ്രിയപ്പെട്ട ഡാൻസ് തന്നെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമേറിയ ഒരു കാര്യമുണ്ട്. എൻ്റെ പള്ളിയിൽ ഡാൻസ് വേഴ്സ് നടന്നിരുന്നു. വെസ്റ്റേണും സിംഗിളും ഗ്രൂപ്പ് ഡാൻസും ക്ലാസിക്കൽ ഡാൻസും അങ്ങനെ ഒരുപാട്. ഇതിലെല്ലാം പങ്കെടുത്ത് പ്രൈസ് വാങ്ങാൻ പറ്റിയെങ്കിലും എൻ്റെ ക്ലാസിക്കൽ ഡാൻസ് മത്സരത്തിൽ ജഡ്ജിങ് പാനലായി വന്നത് കലോത്സവത്തിലെ ജഡ്ജസ് ആയിരുന്നു. ആ മത്സരത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റിയതും അതുകൂടാതെ എന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഡാൻസിൽ മോൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നും പറയുകയും എനിക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. നല്ലൊരു നർത്തകിയും പിന്നെ പീഡിയാട്രിക് ഡോക്ടറാകണമെന്നാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സുന്ദരിക്കുട്ടി സീസൺ 5 എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ജഡ്ജസ് പറയുന്നതൊക്കെ, പഴയ ജഡ്ജസൊക്കെ ഇങ്ങനെ വലിയ ഉയരത്തിലെത്തും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയിലിരിക്കുകയാണല്ലേ ഇങ്ങനെ. അപ്പോൾ അതിന് മുമ്പായിട്ട്, അതിൻ്റെ ഒരു പടിയുടെ മുന്നിൽ നമുക്ക് ഒരാളെ കൊണ്ട് കമൻറ്റ് പറയിപ്പിച്ചാലോ? ഇപ്പോൾ കലോത്സവത്തിലെ ജഡ്ജസ് പറഞ്ഞപ്പോൾ ഭയങ്കര ഭാഗ്യമായിരുന്നു അല്ലേ? ഇന്നൊരു മഹാഭാഗ്യത്തിലേക്ക് പോകാം. അപ്പോൾ അത് ആരെ കൊണ്ട് പറയിപ്പിക്കണം നമുക്ക് ആ ഒരു കമൻറ്റ്? സലാം ബാപ്പു സാറിനെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ സാർ, മോളുടെ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും റാമ്പോക്കും? അല്ലു എന്തോ അല്ലു എന്നാണോ മിച്ചു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും വിളിക്കുന്നല്ലേ പറഞ്ഞു? അല്ലു ആണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഞാൻ അല്ലു എന്ന് വിളിച്ചോട്ടെ? ഓക്കെ. അല്ലുകുട്ടി, നന്നായിരുന്നു. വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോസ്റ്റ്യൂം നന്നായി, മോൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അത് നമ്മുടെ ഈ മറ്റേ ഇതിന്റെ ഒരു സ്റ്റേജിന്റെ കളറും എല്ലാം കൂടി ആയപ്പോൾ ഒരു മെർജിങ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ഡാൻസ്, എത്ര ഡാൻസിലാണ് പങ്കെടുത്തിട്ടുള്ള മോള്? കേട്ടിട്ട് ഇതൊക്കെ കാണാൻ കൊതിയാണ്. കാരണം എന്നിട്ട് അതുമല്ല, ജഡ്ജസിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഒരുപാട് ഡാൻസ് കാണുന്ന ആളുകളല്ലേ അവര്. മോളെ അങ്ങനെ ബ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നർത്തകിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് ആഗ്രഹമുണ്ട് മോളുടെ ഡാൻസ് കാണണമെന്ന്. കാരണം നമുക്കിപ്പോൾ ഒരു ഡാൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏത് ഡാൻസാ മോള് കളിക്കാന്നറിയില്ല. എന്തായാലും സംഘനൃത്തം കാണാൻ പറ്റില്ല. അത് നമുക്ക് ഫിനാലെ കാണണം, അവിടെ ഉണ്ടാവും. അപ്പോൾ ഫിനാലയിലും എത്തിയിട്ട് അതും കൂടെ കാണണം മോളുടെ കേട്ടാ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ കാർണിവലിൽ പോയിട്ടുണ്ടോ? അവിടെ പോവാറുണ്ടോ? എപ്പോഴും പുറത്തേക്ക് പോവാറുണ്ടോ? കൊച്ചിക്കാരൊന്നും പോവാറില്ല എന്നാ പറയാറ്. കാരണം പുറത്തുള്ളവരൊക്കെ വന്നിട്ട് കാർണിവലിൽ ബഹളായ കാരണം എല്ലാവരും വീട്ടിലിരിക്കുക എന്നാ പറയുന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ട് അവിടെ. അത് ശരിയാണോ? നിങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? അത്രയും ആളുകളായിരിക്കും അവിടെ. ഞാനൊക്കെ വരാറുണ്ട്. ഞങ്ങളൊക്കെയാണ് ആ പുറത്തുനിന്ന് വരുന്ന ആളുകൾ. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ, ഈ കാർണിവലൊക്കെ ഇഷ്ടമാണ്. ആഘോഷമല്ല, ശരിക്കും ഭയങ്കര വൈബാണത്. നേരത്തെ പറഞ്ഞു അനിയത്തിയായിട്ട് കുറുമ്പ് കാണിക്കലുണ്ടോ? അനിയത്തി വന്നിട്ടുണ്ടോ അവിടെ? വന്നിട്ടുണ്ട്. എന്ത് ഡൗട്ട്? ഇവിടെ കൂടെ ആരാ വന്നിട്ടുള്ളത്? കൂടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അനിയത്തി ആരെ ഏൽപ്പിച്ചു? അനിയത്തി അമ്മൂമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭദ്രമായിട്ടുള്ള കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? ടെൻഷൻ ഇല്ല. ഓക്കെ. എന്തായാലും ഞങ്ങൾക്ക് ഇനി ഒരുപാട്, നമ്മൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഇനി ഒരുപാട് മോളുടെ ടാലൻസ് കാണാൻ ആഗ്രഹമുണ്ട്. ഇത്രയും ടാലൻ്റായ കുട്ടി ഞങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾ മാക്സിമം കണ്ട് ഔട്ട്പുട്ട് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും. മാക്സിമം ഔട്ട്പുട്ട് തരിക, ഞങ്ങളെ സന്തോഷിപ്പിക്കുക. ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ മറ്റ് ജഡ്ജസ് പറഞ്ഞ പോലെ
ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, ഞങ്ങൾ 3 ജഡ്ജസ് കൊണ്ടും. എന്നിട്ട് അടുത്ത വേദി പോയിട്ട് പറയണം ഞങ്ങളിങ്ങനെ, അപ്പോഴല്ലേ ഞങ്ങൾക്ക് നല്ലത്. കാരണം എങ്ങനെ നല്ലതാന്ന് പറഞ്ഞു എന്ന് ഞങ്ങളുടെ പേരവിടെ മെൻഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഓക്കെ, അങ്ങനെ ചെയ്യിക്കണം കേട്ടാ. അപ്പം ഞങ്ങൾ ഡാൻസ് കാണാം. അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. അലൈക്ക കുട്ടി, അപ്പോൾ ആ കലോത്സവത്തിൽ വന്ന ജഡ്ജസിനെ ഞെട്ടിച്ച ഐറ്റം ആണോ ഇവിടെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഡാൻസ് ആണോ? അതെ, ആ ഡാൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജഡ്ജസ് എന്തായാലും ഞെട്ടാൻ തയ്യാറായിട്ടിരുന്നോളൂ. അപ്പോൾ നേരെ ആ റൗണ്ടിലേക്ക് പോയാലോ? നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അലൈക്കയുടെ ഡാൻസ് റൗണ്ട് കാണാം. वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसदाराध्याय गुरुपुत्रपरित्रात्रे गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि सर्वराजाय गन्धाय सर्वगानश्रवणप्रणयिने एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि ഭയങ്കര ഭംഗിയുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഓടി വന്നിട്ട് ഒരു ഉമ്മയൊക്കെ തരാൻ തോന്നി. അത്ര മനോഹരമായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. നല്ല ചിരിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ
നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് കമന്റ് ചോദിക്കണം. എന്തിന്? ഡാൻസ് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. പക്ഷേ അവരതിന് ഉത്തരം പറയണമെങ്കിലുണ്ടല്ലോ അവർക്ക് അഭിനയം കൂടി കാണണം. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? റീൽസ് കാണിച്ചു കൊടുക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അലൈക കുട്ടിയുടെ റീല് കാണാം. കുഞ്ഞൂട്ടിനില്ലാതെ നാഗമാണിക്യം കാണാനും പറ്റില്ല, കുഞ്ഞൂട്ടിനെ ആണെങ്കിൽ കാണാനും ഇല്ല. അല്ല, അപ്പൊ ഭദ്ര നാഗമാണിക്യം കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ സുഭദ്രച്ച് കണ്ടിട്ടുണ്ട്. ഓ വെയിറ്റ്. നാഗയക്ഷ നാഗരാജ നാഗവൃക്ഷ നാഗയക്ഷ നാഗരാജ നാഗവൃക്ഷ നാഗയക്ഷ നാഗരാജ നാഗവൃക്ഷ. കുഞ്ഞൂട്ടൻ, അയ്യോ കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ. അലൈക കുട്ടി, എന്തോ? ഇപ്പൊ ഈ റീൽ ഇന്നലെ അഭിനയിച്ചതാണല്ലേ? ഇത് കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ നന്നായി ചെയ്തു എന്ന് തോന്നി. നന്നായി ചെയ്തു എന്ന് തോന്നി അല്ലേ? നമുക്ക് അഭിപ്രായം ചോദിച്ചാലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസിന്റെയും ചോദിക്കാം, ഇതിന്റെയും ചോദിക്കാം അല്ലേ? ഓക്കെ, പൂജ മാം. അലൈക്ക കുട്ടി, എന്തോ? നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. ഡാൻസും റീലും ആക്ച്വലി ഭയങ്കര മാച്ചായിരുന്നു. അതിലും ദേവി തന്നെയാണല്ലോ, ഡാൻസ് ചെയ്തതും ദേവി തന്നെയായിരുന്നു. മൊത്തത്തിലൊരു ദേവിമയം. നല്ല രസമുണ്ടായിരുന്നു ഡാൻസ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ആ മുദ്രകളൊക്കെ വെച്ച് ഭയങ്കര ഷാർപ്പായിട്ട് ചെയ്തു. നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ അനന്തഭദ്രത്തിലെ ഒരു സീനാണല്ലേ അഭിനയിച്ചത്? കാവ്യ ചേച്ചിയൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന അല്ലേ? വേറൊരു ക്യാരക്ടറിനെ അവിടെ നമുക്ക് അഭിനേത്രീനെ ഓർക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു പെർഫോമൻസിൽ ഇനിയിപ്പൊ ഞാൻ അലൈക്കേനെ ഓർക്കുക അത് കാണുമ്പോ. പോരെ? ഓക്കെ, ഇനിയിപ്പോ അടുത്ത റൗണ്ട് അതാ അറിയാമോ? ഇല്ല. വെസ്റ്റേൺ റൗണ്ട് ആണ്. ഇത്രയും നേരം ഞങ്ങൾ പാവാടയും ബ്ലൗസിട്ടും എല്ലാം ട്രഡീഷണലാ കണ്ടേക്കുന്നേ. ഇനിയിപ്പൊ എങ്ങനെ കാണണം ഞങ്ങൾക്ക്? വെസ്റ്റേൺ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കാണണം അല്ലേ? റെഡി ആണോ? റെഡിയാ. ഓക്കെ, അപ്പൊ നമുക്ക് അലൈക കുട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കാണാം. എന്തോ? എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി. Thank you. ഒരു വെസ്റ്റേൺ, സാധാരണ എല്ലാവരും ട്രഡീഷണലില് ഒരു വെസ്റ്റേൺ സ്റ്റൈല് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വെസ്റ്റേൺ സ്റ്റൈലില് അല്ലേ, വെസ്റ്റേൺ ലുക്കിൽ ഒരു ട്രഡീഷണൽ ഒക്കെ കലർത്തി നല്ല പൊള്ളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് Q&Aയിലേക്ക് പോയാലോ? ഞാൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. മോള് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം പീഡിയാട്രീഷ്യൻ ആവണമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാ? എനിക്ക് വാവകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഒരു പീഡിയാട്രിക് ഡോക്ടർ ആയാലോ എന്ന്. നല്ല എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. മോളുടെ സ്വപ്നം അത് നടക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. ഓക്കെ, അൻലിയ കുട്ടി, എന്തോ? ഇപ്പോ ഈ ഒരു കോസ്റ്റ്യൂം പോലെ തന്നെ അലൈക്ക കുട്ടി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലേ? ഭയങ്കര യുണീക്ക് ആണ്, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മോളായിരുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, അപ്പൊ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനന്ത പത്മനാഭന്റെ നാട്ടിൽ നിന്ന് ആ ഒരു ചൈതന്യമേറിയാണ് അടുത്ത മത്സരാർത്ഥി സുന്ദരിക്കുട്ടിയുടെ ഫ്ലോറിലെത്തുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ആ കുഞ്ഞു മണിയെ സ്വാഗതം ചെയ്യാം. ഇൻഷ ഫാത്തിമ. ഇൻഷ കുട്ടി, ഇൻഷ
ഭയങ്കര സുന്ദരി മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ചീക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തിളങ്ങുകയാണ് കിടന്നിട്ട്. ഭയങ്കര സന്തോഷത്തിലാണല്ലേ? എന്തുകൊണ്ടാ ഇത്ര സന്തോഷം? സുന്ദരിക്കുട്ടിയിൽ എനിക്ക് ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ പറ്റുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ട്രിവാൻഡ്രത്തിന്റെ മുത്തുമണിയാണ് അല്ലേ? ഓക്കെ, അപ്പോ എല്ലാം പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, എന്താ ഏറ്റവും പഠിക്കാൻ ഇഷ്ടം? ഡാൻസ് പഠിക്കാനാണ് ഇഷ്ടം. ഓക്കെ, എന്തോ ഒരു ആഗ്രഹം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതെന്തായിരുന്നു? എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, പിന്നെ കലാതിലകമാവണമെന്നോ? ശരിക്കും ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയാ അതിനു വേണ്ടി പഠിക്കുന്നേ? അപ്പോ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. ക്ലാസിക്കലിൽ എന്താ പഠിക്കുന്നേ? മോഹിനിയാട്ടം. ആഹാ, അപ്പൊ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് കാണുമല്ലോ. അതൊക്കെ ഡാൻസിലും റീൽസിലൊക്കെ നമുക്ക് കാണാം അല്ലേ? പക്ഷെ ഇപ്പൊ വേണ്ടത് എക്സ്പ്രഷന്റെ അപ്പുറം എന്താ? റാമ്പ് വാക്ക് ആണ്. റാമ്പ് വാക്ക് ചെയ്യാൻ റെഡിയാണോ? ട്രഡീഷണൽ റാമ്പ് വാക്ക് ആണ്, നല്ല സുന്ദരിയാണ്. ഇനി റാമ്പ് വാക്കിലും കൂടി സുന്ദരിയായാൽ മതി. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷക്കുട്ടിയുടെ ട്രഡീഷണൽ റാമ്പ് വാക്ക് ആണ്. ഇങ്ങനെ കണ്ണൊക്കെ ഉണ്ടല്ലോ, കണ്ണിനെ ഇങ്ങനെ ആസ്വദിപ്പിക്കുന്ന ഒരു കളറിലാണ് വന്നത്. റാംബോക്കും അങ്ങനെ ആയിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ? പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് പറയാതെ അവർ കമന്റ് പറയില്ല ജഡ്ജസ്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇൻഷ ഫാത്തിമ തന്റെ വിശേഷങ്ങൾ പറയുന്നു, കേട്ടോളൂ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മുടെ നാടിനെ നാട്ടുകാരെ സംരക്ഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ ചെറുമകളും ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു നഴ്സിൻ്റെ മകളുമാണ് ഞാൻ. ആൻഡ് പ്രൗഡ്ലി ഐ ആം ഇൻഷ ഫാത്തിമ. ഒത്തൊരുമയുടെ നാടായ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. മദർലാൻഡ് മോണ്ടശ്ശേരി സ്കൂളിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മിയും വാപ്പയും എൻ്റെ അനിയനുമുണ്ട്. എൻ്റെ വാപ്പിയുടെ പേര് ഹാരിസ്, എൻ്റെ ഉമ്മിയുടെ പേര് അഫ്സാന, എൻ്റെ അനിയൻ്റെ പേര് നിഹാൻ. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഹോബീസ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും മോഡലിംഗ് ചെയ്യാനുമാണ് എനിക്കിഷ്ടം. ഞാൻ വലുതായിട്ട് ഒരു ഡാൻസർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അതിനും മേലെ സിനിമയിലൊക്കെ അഭിനയിക്കാനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിനവസരം തന്ന സുന്ദരിക്കുട്ടി സീസൺ 5 നന്ദി. ഗംഭീര സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര പ്രൗഡാണല്ലേ അച്ഛനും അല്ലെ മുത്തശ്ശനും അമ്മയൊക്കെ ഇങ്ങനെയുള്ള ജോലികൾ, ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തതിലൊക്കെ അല്ലേ? പോലീസുകാരനും നേഴ്സൊക്കെ ആയിട്ട് ജനങ്ങളെ ഇങ്ങനെ സേവിക്കുകയാണ്. അപ്പൊ നമുക്ക് കമന്റ് ചോദിക്കാം. കമന്റ് ചോദിക്കാം. പൂജ മാം. ഹായ് ഇൻഷക്കുട്ടി. ഹായ് മാം. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. യു ലുക്കിംഗ് ലൈക്ക് എ പാരറ്റ്. നല്ല രസമുണ്ട്. വാക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എലഗൻ്റ് ആയിരുന്നു. മോൻ്റെ ഔട്ട്ഫിറ്റിൽ പിക്ക് ചെയ്ത ഫ്ലവേഴ്സ് വരെ ഭയങ്കര യൂണീക്കാണ്. നല്ല രസമുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ അടിപൊളിയായിരുന്നു. അങ്ങനെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ ഇൻഷ, ഓ പാരറ്റിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? തത്തേന്ന് വിളിക്കട്ടെ നീ മുതൽ? തത്തമ്മ എന്ന് വിളിക്കട്ടെ? അപ്പോൾ തത്ത എങ്ങനെയാ ഇനി അടുത്ത ഡാൻസ് കളിക്കാൻ പോകുന്നേ? മയിലായിട്ടാണോ? ഇപ്പോൾ തത്തയായിട്ട് വന്നു, അടുത്ത റൗണ്ടിൽ മയിലായിട്ട് വരുമോ? വരുമല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇൻഷക്കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ഇൻഷയുടെ ഡാൻസ് കാണാം.
ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിടിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും മനസമായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും മനസമായി വിജനവനിയിൽ വിരഹലിപിയിൽ ശിശിരസരമെഴുതിയ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധൃതതാരം. ഓക്കെ, ഇൻഷയുടെ ഡാൻസിനെ കുറിച്ച് എന്താ പറയാ? ഇൻഷയുടെ ഡാൻസ് ഇങ്ങനെ പൂക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു പൂമ്പാറ്റ ഇങ്ങനെ പാറി പാറി നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ചെറിയ മൂമെന്റ്സ് ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പൊ ഇനി എന്താ, നമുക്ക് റീൽസ് കാണണം. ഓക്കെ, ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കോ അല്ലെങ്കിൽ കരയിപ്പിക്കോ അല്ലെങ്കിൽ പേടിപ്പിക്കോ? ചിരിപ്പിക്കുന്ന റീലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇൻഷക്കുട്ടിക്ക് ഈ കോമഡി പറ്റുമോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇൻഷയുടെ റീൽ കണ്ടാലോ? കുടുംബത്തെ സകല പണിയും തീർത്തിട്ടാണ് സാറേ 9-10 മണിയാകുമ്പോ വേറെ പണിക്ക് പോണത്. ഞാൻ ആ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി കുറെ നേരം നിന്നിട്ട് ഒരു ബസ് പോലും വന്നില്ല. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് ഒരുത്തൻ ബൈക്കും കൊണ്ടുവന്ന് എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം, മഞ്ഞണ്ടാ കേറിക്കോ? പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും കേറി പോകുക സാറേ? ഞാൻ കേറി പോണ സമയത്തേ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് ചോദിക്കണ്ടേ, ചായ വേണോ കാപ്പി വേണോന്ന്? പരിചയമില്ലാത്ത ഒരാക്കടെ കയ്യിൽ നിന്ന് നമ്മള് ചായ കാപ്പിയാ മേടിച്ചു കുടിക്കുവാ സാറേ? ചാർജ് മതിയെന്ന് ഞാനൊന്നും പറഞ്ഞു. ഞാൻ കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലോ അവൻ വേറൊരു തമാശ, നമുക്കൊരു സിനിമക്ക് പോയാലോ? പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുക സാറേ? ഞാൻ പോയി. അതിന് സിനിമ ആര് കണ്ട്? അതല്ലേ വിജയുടെ സിനിമ പേപ്പറൊക്കെ പറത്തി കീറി എന്ത് തുള്ളിച്ചാട്ടോ മേളമായിരുന്നു. പക്ഷെ ആ സിനിമ കണ്ടിരുന്നപ്പോ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഞാനവന്റെ ട്രാപ്പിൽ പെട്ടേക്കണേണം. ഞാനിതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെയും കൂട്ടി അപ്പോഴത്തെ സുഭാഷ് പാർക്കിൽ പോയിരുന്നു. അതെല്ലാം ഒരു 5-6 മണിക്കൂർ കൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത്. അപ്പോ ഇൻഷ ചേച്ചിക്ക് ഒരു ഷാർജ എടുക്കട്ടെ? വേണ്ട അല്ലേ? ഓക്കെ, കമന്റ് വേണോ? കമന്റ് ചോദിക്കാം. ജഡ്ജസ് ചിരിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കണം ആദ്യം. എന്നിട്ട് കമന്റ് ചോദിക്കാം. ചിരിച്ചു കഴിഞ്ഞായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ആൻമരിയ മാം എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? ഇൻഷക്കുട്ടി എന്തോ റീൽസ് കണ്ടിട്ട് ഞങ്ങളിവിടെ 3 പേരും ഇവിടെ ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. എന്താ അതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീൽസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോളുടെ ഡാൻസ് സോങ്സ് ഒക്കെ നല്ല സോങ് സെലക്ഷൻ നന്നായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു കറക്ഷൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ച് ചിരിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്, ആ ഒരു ഗ്രേസ് കുറയുന്നുണ്ട്. പിന്നെ എനർജി ആണെങ്കിലും കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. ഓവറോൾ നന്നായിരുന്നു. നല്ല എന്താ പറയുക, സോങ് സെലക്ഷൻ ആയിരുന്നു. കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് മോളു. റീൽസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ ഇൻഷ, അപ്പോൾ ആ ഒരൊറ്റ റീലും കൊണ്ട് അവരെ മുഴുവൻ എന്ത് ചെയ്തു? വശീകരിച്ച് കളഞ്ഞു. ഞങ്ങളൊക്കെ ചിരിച്ച് മറിയുമായിരുന്നു ഇവിടെ നിന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ആ കോമഡി കിഡിലനായി വർക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താ? വെസ്റ്റേൺ ലുക്കാണ്. വെസ്റ്റേൺ ലുക്കിൽ ഇപ്പോൾ ഈ പാവാടയൊക്കെ മാറ്റി നല്ല സ്റ്റൈല് ലുക്കായിട്ട് ആളെ മനസ്സിലാവാത്ത വ്യക്തി വരുമോ? വരും. അപ്പം നമുക്ക് ഇൻഷക്കുട്ടിയുടെ വെസ്റ്റേൺ ലുക്ക് കാണാം.
ലൈക്ക് ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഈ മേഘങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഏഞ്ചൽ പറക്കുന്ന കാർട്ടൂൺസ് ഒക്കെ നമ്മൾ കാണില്ലേ, അതിൽ കുറെ ബബ്ലി ഏഞ്ചൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഏഞ്ചൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ മാലാഖിനോട് ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ? കുഴപ്പമില്ലല്ലേ, ചോദിച്ചേക്കാം. ചോദ്യം ചോദിക്കാൻ ആ ഒരു ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കാം? സലാം ബാബു സാറിനെ ഏൽപ്പിക്കാം അല്ലേ? ഓക്കെ, സാറിന്റെ പിടിയിൽ മാത്രം ഇതുവരെ പെട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ സലാം ബാബു സാർ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, ചോദ്യം ചോദിച്ചോളൂ. മോളുടെ അംബീഷൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കേട്ടു. അപ്പം ഞാനിങ്ങനെ നോട്ട് ചെയ്തു, നമ്മളൊക്കെ ഈ ആക്ട്രസിനെ നോക്കി നടക്കുന്ന ആക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം സംവിധായകനായതുകൊണ്ട് അഭിനേതാക്കളെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം ഞാൻ ഞാനിങ്ങനെ ഒന്ന് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോള് പറഞ്ഞു, എനിക്കൊരു ആക്ട്രസ് ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അല്ലേ, പറഞ്ഞില്ലേ? അത് ഞാൻ സത്യമാണോ? ആ, അപ്പോൾ മോള് വലുതാവുമ്പോൾ ഒരു ആക്ട്രസ് ആഗ്രഹിക്കുന്നു. മോൾക്ക് ഇന്നുള്ളതിൽ ആരുടെ നായികയായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം? വിജയ് സാറിൻ്റെ. വിജയ് സാറിൻ്റെ എന്തുകൊണ്ട്? വിജയ് സാറിൻ്റെ എല്ലാ സിനിമയും ഞാൻ കാണാറുമുണ്ട്. വിജയ് സാറിൻ്റെ ഫാനുമാണ് ഞാൻ വലിയ. ഞാനൊരു ഫാനാണ്, കട്ട ഫാനല്ല. മോള് കട്ട ഫാനാണ് അല്ലേ? പുള്ളി അഭിനയം നിർത്തി പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോകുന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവാണ്. എന്ത് ചെയ്യൂ നീ? അപ്പൊ എങ്ങനെ നമ്മൾ നായികയാവും? പ്രശ്നമായല്ലോ. പൂജ മാമിന് സങ്കടായി. പുള്ളിയെ അതിനെ പിന്തിരിപ്പിക്കണ്ടേ? പിന്തിരിപ്പിക്കണ്ടേ? ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. പുള്ളിയെ തിരിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരണം നമുക്ക് കേട്ടോ. ലാസ്റ്റ് മൂവി വരാൻ പോവാണ്, അത് കാണണോട്ടോ നമ്മള്. എന്നിട്ട് അത് വിജയിപ്പിച്ചാൽ പുള്ളി വിചാരിക്കും ഇനി പൊളിറ്റിക്സ് ഒന്നും വേണ്ട, ഞാൻ ഇനി അല്ല, നമുക്ക് സുന്ദരിക്കുട്ടിയുടെ കൊച്ചിന്റെ എപ്പിസോഡ് കാണിച്ചു കൊടുക്കാം. ഓൾ ദ ബെസ്റ്റ് മോളെ. ഓക്കെ, ഇത് അപ്പോൾ നമ്മൾ ഓവറോൾ നമ്മുടെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു റൗണ്ടിലൊക്കെ കാണാം, അടുത്തൊരു ഗ്രാൻഡ് ഫിനാലിലൊക്കെ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മറ്റുള്ള എല്ലാവരുടെയും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി കിടിലും പിള്ളേർ വരുമെന്ന് അറിയില്ല, വരാതിരിക്കട്ടല്ലേ, പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ലേ? ഓക്കെ 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 മോളെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഇൻഷ, ഇവിടെ അങ്ങ് തകർത്തു, ഗുഡ് പെർഫോമൻസുകളൊക്കെ കാഴ്ചവെച്ചു, ഞങ്ങൾ ജഡ്ജസിനെയൊക്കെ ഞെട്ടിച്ചു അല്ലേ? അതെ. അപ്പോ ഇനി എന്താ? ഇനി ഗ്രാൻഡ് ഫിനാലെയാണ് ലക്ഷ്യം അല്ലേ? പക്ഷെ അപ്പോ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗ്രാൻഡ് ഫിനാലെയൊക്കെ എത്തിയാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിന് വീട്ടിൽ ചെന്ന് പരിശീലിക്കുക അല്ലേ, കൂട്ടുകാരോടൊക്കെ പറയുക ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും വലിയ ആക്ട്രസ് ആവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വിദ്യാലയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അധ്യാപികമാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും സ്പെഷ്യലാണ്. അവർക്ക് പ്രിയമേറും പ്രിയം കൂടും. അങ്ങനെ ഒരു സുന്ദരിക്കുട്ടിയെ നമുക്ക് ഇന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം റിസ്മിയ. റിസ്മിയ, സുഖായിട്ടിരിക്കുന്നോ? സുഖം. ആലപ്പുഴ ജില്ലക്കാരിയാണ്. ആണ്. ഓക്കെ, അതിൻ്റെ അപ്പുറം ടീച്ചറായിട്ടുള്ള ഒരു അമ്മയുടെ മോളാണ് അല്ലേ? ഹെഡ് മിസ്ട്രസിന്റെ മോളാ, ടീച്ചറും അല്ല, ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്താണ് ആഗ്രഹം വലുതാവുമ്പോൾ? എന്താവണം? വലുതാകുമ്പോൾ എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആകണം. ഗൈനക്കോളജിസ്റ്റ് ആവാനാണ് ആഗ്രഹം അല്ലേ? ഓക്കെ, അപ്പോൾ വലിയൊരു ആഗ്രഹമാണ്. അതെന്തുകൊണ്ടാ? എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൈ കൊണ്ടെടുക്കാൻ അല്ലേ, കുറേ കുഞ്ഞുങ്ങൾക്ക് ജന്മം അല്ലേ, അവരുടെ ആ ജന്മത്തിന് ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിക്കുന്നതിന് ഒരുപാട് ഹാപ്പി ആയതുകൊണ്ടാണല്ലേ? ഓക്കെ, അപ്പോൾ സുന്ദരിക്കുട്ടിയുടെ വേദിയിൽ ആദ്യത്തെ തവണയല്ല, ഇത് എത്രാമത്തെ തവണയാ? മൂന്നാമത്തെ തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കണ്ടസ്റ്റന്റ് ആണ്. ഇതൊരു ഹരമാണല്ലേ സുന്ദരിക്കുട്ടി ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ റൗണ്ട് 3 തവണ വന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രൊഫഷണാലിറ്റി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാലോ? ഓക്കെ, അതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റിസ്മിയ കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് മുമ്പായിട്ട് എന്ത് കാണാം? എന്താ? ട്രഡീഷണൽ റാംപ് വാക്ക് കാണാം.
ട്രഡീഷണലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് പക്ഷെ പറയേണ്ടതാരാ? ജഡ്ജസ് ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്തിലേക്ക് പോകണം? സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് പോകണം. റെഡി അല്ലേ? ആണ്. ഓക്കെ, പറഞ്ഞോളൂ. ഹായ്, നമസ്കാരം. ഞാൻ റിസ്മിയ എം. 9 വയസ്സുണ്ട്. മനോഹരമായ കായലുകളും കനാലുകളും ഒട്ടേറെ പാലങ്ങളുമുള്ള കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയാണ് സ്വദേശം. ഏണിയും പാമ്പും കളിയിലെ 4-ൽ നിന്നും പാമ്പ് വിഴുങ്ങാതെ 5ാം ക്ലാസ്സിൽ സേഫായി കയറി. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഏതൊരാളുടെയും എന്ന പോലെ എൻ്റെ സ്വർഗവും എൻ്റെ വീടാണ്. വീട്ടിൽ ഉമ്മി, ഉമ്മിച്ചി, വാപ്പിച്ചി, ഇക്ക, പിന്നെ ഞാനും സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഉമ്മി ഹെഡ് മിസ്ട്രസ് ആണ്. ഇക്ക ബാംഗ്ലൂരിൽ ആർക്കിടെക്റ്റ്. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. കൂടെ പാട്ടും ഡാൻസും ചിത്രം വരയും. ഒഴിവു സമയങ്ങളിൽ കുഞ്ഞു കവിതകളും എഴുതാറുണ്ട്. വലുതാകുമ്പോൾ എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് ആകണം. കൂടാതെ പാട്ടുകാരിയാകാനും ഡാൻസർ ആകാനും ആങ്കർ ആകാനും മോഡലാകാനും അഭിനയിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ലൈഫ് ഈസ് എ റേസ്, റൺ റൺ എന്ന് പറയും പോലെ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങൾ കുട്ടികൾ ഇപ്പോഴേ പരിശ്രമിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വേദി പോലെ ഒത്തിരി വേദികളിൽ നിൽക്കുവാനും പെർഫോം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. മീഡിയ ലാബ് KKFW ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ സബ്ടൈറ്റിൽ വിന്നർ. സിൽവർ ലൈറ്റ് സുന്ദർ സുന്ദരിയിൽ ഫസ്റ്റ് റണ്ണറപ്പ്. സ്കൂൾ തുറന്നപ്പോൾ പ്രവേശന ഉത്സവ തീമിൽ ഒരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചു. സുന്ദരിക്കുട്ടി സീസൺ 3-ലും 4-ലും ഗ്രാൻഡ് ഫിനാലിസ്റ്റ്. ഇപ്പോൾ ദാ സീസൺ 5-ൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. നന്ദി. ഓക്കെ, ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സെൽഫ് ഇൻട്രഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ, ഞാൻ അവരെ നോക്കുമ്പോൾ അവരിങ്ങനെ കണ്ണ് തള്ളി ഭയങ്കര എന്തോരം ഈ കുട്ടി പറയുന്നേ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് കമൻറ്റ് ചോദിക്കാം അല്ലേ? ഓക്കെ, ആൻ മരിയ മാം എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലെ വലിയ സീരിയൽ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് ചോദ്യമാണ്! എന്തൊരു കോൺഫിഡൻസിലാണ് റിസ്മിയ കുട്ടി സംസാരിച്ചത്. സെൽഫ് ഇൻട്രോ നന്നായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? ആങ്കർ ആവണം, ആക്ട്രസ് ആവണം, എല്ലാം നടക്കട്ടെ കേട്ടോ. അതുപോലെ ഡ്രസ്സ് നല്ല കളർ കോംബോ ആയിരുന്നു. നല്ല ഡ്രസ്സിങ് സെൻസും ഉണ്ട്. ആരാണ് ഡിസൈൻ ചെയ്ത് തന്നെ? ജിജി ആൻറ്റി. ഓക്കെ, നന്നായിട്ടുണ്ട്. റാംവാക്കും നന്നായിരുന്നു. ഇനി മുന്നോട്ടുള്ള റൗണ്ടുകളിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സംസാരത്തിലും എന്താ പറയുക ആറ്റിറ്റ്യൂഡിലും നടത്തത്തിലൊക്കെ. അത് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവണം. ഓൾ ദ വെരി ബെസ്റ്റ് മോളു. താങ്ക് യു മാഡം. ഓക്കെ, അപ്പോൾ നല്ല കമൻ്റ് ആണ്. ആര് പറഞ്ഞത്? ആൻ മരിയ മാം പറഞ്ഞത്. മാം ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു മാമിനെ. അപ്പോൾ എന്തായാലും നല്ല കമൻറ്റ്സ് കിട്ടി. ആദ്യത്തെ റൗണ്ടിൽ തന്നെ, ആദ്യത്തെ 2 റൗണ്ടുകളിൽ തന്നെ ഗംഭീര അഭിപ്രായമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണം? നല്ല രീതിയിൽ. ഇനി തകർക്കാമോ ഈ ഒരു കമൻറ്റ്? ഇല്ല അല്ലേ? ഇതിലും അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് റിസ്മിയയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടാലോ? കണ്ടേ അളകാപുരോ, കണ്ടേ ആശാപുരോ, ഇതല്ലേ ഇന്ദ്രാപുരോ, തപ്പുകൊട്ടി താളമിട്ട് ഹാജര. കണ്ടേ അളകാപുരോ, കണ്ടേ ആശാപുരോ, ഇതല്ലേ ഇന്ദ്രാപുരോ, തപ്പുകൊട്ടി താളമിട്ട് ഹാജന. ഞാൻ നഞ്ചുൽ ജുൽ ജുൽ സ്വരോ, കാർമേഘം പെയ്യുന്നിനോ, കൺകോണിൽ മഴ പെയ്തിനോ, ഹയ്യയ്യ മിന്നി തന്നി ഇന്നൻ മന, മുട്ടി വട്ടി വട്ടി നിൽക്കുമോ നീവൻ കൂടെന്ന് കൂട്ടി പോരുമോ, കൊല്ലാതെ തുടിക്കുമേ താഴ്വാരം പൂവിന്റെ തേരുണ്ട് പാടൂലേ. കിള്ളാതെ നുള്ളാതെ എന്നെടുത്തു വാ, ഉള്ളിൽ നിന്ന നെഞ്ചിനുള്ളിൽ നീ പിറന്നു വാ, കിള്ളാതെ നുള്ളാതെ എന്നെടുത്തു വാ, മുത്തി മുത്തി മോഹമുത്തെടുത്തിക്കൊണ്ടു പോ. കണ്ടേ അഴകാപുരോ, കണ്ടേ ആശാപുരോ, ഇതല്ലേ ഇന്ദ്രാപുരോ, തപ്പുകൊട്ടി താളമിട്ട് ഹാജന. ആ ബീറ്റ്
തിരിച്ചു പിടിയതല്ല. റിസ്മിയ, ഓയ് ഭയങ്കര ഒരു സ്പീഡായിട്ടാണല്ലേ കളിച്ചത്. എന്ത് സ്പീഡായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ കണ്ടിരുന്ന് പോയി ഞങ്ങളൊക്കെ. പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, ഇനിയിപ്പോ എന്താ നമുക്ക് കാണാനുള്ളത്? ആക്ടിങ് കാണണം. ആക്ടിങ്ങിലും ഭയങ്കര ഒരു പവർഫുൾ ക്യാരക്ടറിനെയാണല്ലേ ചെയ്യുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പവർഫുൾ ക്യാരക്ടറിനെ ഒന്ന് കണ്ടാലോ? அப்படின்னா இந்த அயோக்கியம் உங்க மேல தீராத பகையோட இருக்கும். நம்ம சாஸ்திரப்படி எந்த மனிதனாவது தீரா பகையோட இறந்துட்டான்னா அவனோட ஆத்மா இந்த உலகத்தை விட்டு போகாது. அப்படி இப்படியே விட்டுட்டா இவன் யாரையும் வாழ விட மாட்டான். உண்மைதாமா, இப்ப இவனை சாகடிக்கிறதுனால பிரச்சனை தீராது. அப்படின்னா இவனை சாகடிக்காம இவன் உயிரோட இருக்கிறப்பவே இங்கேயே இந்த நிமிஷமே இவனுக்கு சமாதி கட்டுறேன். அந்த சமாதியில இருந்து இவன் பிரேதாத்மா கூட வெளியே வரக்கூடாது. ഓക്കെ രശ്മിയ, അരുന്ധതി മൂവിയിലെ സീനായിരുന്നല്ലേ? അനുഷ്ക ഇങ്ങനെ തകർത്ത് എന്താ പറയാ, ഒരു ഭയങ്കര പവർഫുൾ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സീനാണ് അല്ലേ? ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഭയങ്കര പേടിയോടുകൂടി കാണുന്ന ഒരു സീനാണ് അല്ലേ? അതങ്ങ് അഭിനയിച്ച് എത്രത്തോളം ആയി നമുക്കൊന്ന് അറിഞ്ഞാലോ? ആ അഭിനയം എത്രത്തോളം വരെ എത്തി എന്നൊന്ന് അറിഞ്ഞാലോ? ഓക്കെ, നമുക്ക് സലാം ബാബു സാറിനോട് ചോദിച്ചാലോ? ഓക്കെ സർ, എങ്ങനെയുണ്ടായിരുന്നു റസ്മിയ കുട്ടിയുടെ അഭിനയം? അയ്യോ, അവസാനത്തെ റീൽസ് അസാധ്യം. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു ഉഗ്രം പെർഫോമൻസ്, വെടിക്കെട്ട് പെർഫോമൻസ്. പറഞ്ഞാൽ ഒരു ഹെവി സാധനത്തെ ഇത്ര ചെറിയ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പെർഫോമൻസ് ആണ് തന്നത്. ആ വാളൊക്കെ ഉപയോഗിക്കുന്നത്, വാളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അതൊക്കെ എങ്ങാനും തിരിഞ്ഞെങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ വാളിനേക്കാളും ആളെക്കാളും വലിയ വാളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? രസമായിരുന്നു മോളെ. പിന്നെ ഡാൻസും നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു കേട്ടോ. നല്ല സ്റ്റെപ്സ് ആയിരുന്നു, നല്ല മൂവ്മെന്റ് ആയിരുന്നു, സോങ് സെലക്ഷൻ സൂപ്പർ. എനിക്ക് ഓവറോൾ സൂപ്പർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ ഞാൻ ബാക്കി വിശേഷങ്ങളൊന്നും പറയണില്ല, ഇത് തന്നെ പറയാൻ ഒരുപാട് നേരമുണ്ട്. ഇനി പറഞ്ഞു തീർന്നിട്ടില്ല. എങ്കിലും ഇനിയും ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിയാവില്ല. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലേ? എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്ക് സന്തോഷമുണ്ട്, ഇനിയും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓക്കെ റസ്മിയ, അപ്പോൾ ഇപ്പോഴത്തെ അഭിനയം പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള കമന്റ്സും ആണല്ലേ ലഭിച്ചത്. ഹാപ്പി അല്ലേ? ഓക്കെ, ഇപ്പൊ ഇനി അടുത്ത റൗണ്ട് എന്താ? വെസ്റ്റേൺ റാമ്പ് വാക്ക്. വെസ്റ്റേൺ റാമ്പ് വാക്ക് റൗണ്ട് ആണ്. അപ്പോൾ ഇതിലും അടിപൊളി ഒരു പെർഫോമൻസ് അവിടെ പ്രതീക്ഷിക്കാലോ? അതെ. ഓക്കെ, അപ്പൊ ആ പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നേ. പോട്ടെ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് റിസ്മിയുടെ വെസ്റ്റേൺ ലുക്ക് റൗണ്ട് കാണാം. അപ്പൊ നമുക്ക് Q&A ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? കോൺഫിഡൻസ്. ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. നമുക്ക് ചോദ്യം ചോദിക്കാൻ പറയാം അല്ലേ? പൂജ മാം. രശ്മി കുട്ടി, നല്ല രസമുണ്ടായിരുന്നു വാക്ക്. ഭയങ്കര എന്താ പറയാ, ഇന്റർനാഷണൽ പ്രൊഫഷണൽ മോഡലിന്റെ വാക്സ് ഒക്കെ ആയിരുന്നു. ആ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവലായിരുന്നു.
നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോള് ബുക്സ് ഒക്കെ വായിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളല്ലേ? ഒത്തിരി ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. മോള് വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബുക്ക് ആൻഡ് എന്തുകൊണ്ടാണ് ആ ബുക്ക് അത്ര ഇഷ്ടം? വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം. അതിനകത്ത് പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്, അതും രസകരമായിട്ട്. അതൊരു മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പിന്നെ അത് ഫണ്ണിയും കൂടിയാണ്. അത് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ്. ഇത് പ്രകൃതിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തീരാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പേരിട്ടത്. വാവ്, അത് ഭയങ്കര നല്ലൊരു ആൻസർ ആയിരുന്നു. നേച്ചറിനെ പറ്റി വായിക്കുക, അത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ തല നിറച്ചും അറിവാണെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ പോട്ടെ, മോള് വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ. ഗ്രാൻഡ് ഫിനാലേക്ക് മോൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാഡം. ഓക്കെ, റിസ്മിയ ഹാപ്പി ആയില്ലേ? അതെ. 3-ാം തവണയാണ് ഇവിടെ. സുന്ദരിക്കുട്ടി അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയ ഒരാളാണ് അല്ലേ? സുന്ദരിക്കുട്ടിയെ പ്രേമിക്കുന്ന ഒരാളാണ് അങ്ങനെ വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഈ ഗ്രാൻഡ് ഫിനാലെ മാം പറഞ്ഞതുപോലെ ഗ്രാൻഡ് ഫിനാലയിലൊക്കെ ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയല്ലേ ഇവിടെ വന്നേക്കുന്നേ? ഓക്കെ, അപ്പോൾ ഈ വർഷവും ഉണ്ടാവട്ടെ. ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു ഫസ്റ്റ് ഒക്കെ മേടിച്ചിട്ട് ഒരു സുന്ദരിക്കുട്ടിയൊക്കെ ആവാൻ പറ്റട്ടെ അല്ലേ? അതിനുവേണ്ടി ശ്രമിക്കില്ലേ? ഹാർഡ് വർക്ക് ചെയ്യില്ലേ? ഓക്കെ, അപ്പം ഞങ്ങളും കാത്തിരിക്കുന്നു. എനിവേ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. നമുക്കിപ്പോൾ ഒരു മിഠായി പൊതി പൊട്ടിച്ചാലോ? നല്ല രസമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു കുഞ്ഞു മിഠായി പൊതിയാണ് കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കുറുമ്പത്തിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാൻവി സജീഷ്. സാൻവി കുട്ടി, അച്ചടാ ഓടി വാ. മൈക്ക് പിടിക്കാവോ? പോസ് കളയാൻ പറ്റുന്നില്ല, ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കണ്ടേ? പ്രേക്ഷകരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സാൻവിക്കുട്ടിക്ക് സുഖാണോ? സുഖം. സുഖം. കോഴിക്കോടുള്ള എല്ലാവർക്കും സുഖാണോ? ആ, സാൻവിക്കുട്ടി ഭയങ്കര ക്യൂട്ട് ബേബി ആണല്ലേ? അച്ഛൻ്റെ അമ്മയുടെയും പെറ്റല്ലേ? ആണല്ലേ? അങ്ങനെ എനിക്ക് ചോദിക്കട്ടെ, അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? അച്ഛനെയാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാ? അച്ഛനോട് എന്താ ഇത്ര ഇഷ്ടം? എന്തൊക്കെ? ആഹാ, ഇത്രയൊക്കെ സാധനം അച്ഛൻ മേടിച്ചു തരോ? ആഹാ, അച്ഛൻ കാള് കൊള്ളാലോ. അമ്മേനെ ഇഷ്ടല്ലേ? എന്തുകൊണ്ട് അമ്മേനോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു പോയേ? അമ്മ അച്ഛനോട് പറയൂ ഒന്ന് മേടിച്ചതല്ലെന്ന്. ആണോ? അമ്പടി അമ്മേ, അമ്മ പറയോ അത്രേ ഒന്ന് മേടിച്ചു തരണ്ടാന്ന്? കൊള്ളാല്ലേ? അമ്മേനോട് പറയണോട്ടെ, ഇനി എനിക്കെല്ലാം മേടിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ സുന്ദരിക്കുട്ടി പോയി പറഞ്ഞു കൊടുക്കുമെന്ന് പറയണോ കേട്ടോ? പറയോ? ഇനി അമ്മ എല്ലാം മേടിച്ചു തരും. ഈ എപ്പിസോഡ് വരുന്നതോട് കൂടി അമ്മ എല്ലാം മേടിച്ചു തരും, ഒന്നും നോ പറയില്ല കേട്ടോ. സന്തോഷമായോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു റാമ്പ് വോക്ക് ചെയ്ത് കാണിക്കാമോ? റെഡിയാണോ? റെഡി. അപ്പൊ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന നല്ല ക്യൂട്ട് ബേബിയാണ്. എന്ത് രസമാണ് കാണുന്നേ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റാമ്പ് വോക്ക് കഴിഞ്ഞിട്ട് ഒരു ഉമ്മ തരാം. നന്നായിട്ട് ചെയ്ത ഒരു ഉമ്മ കിട്ടും. വേണോ? ഓക്കെ, അപ്പൊ നമുക്ക് സാൻവി കുട്ടിയുടെ റാമ്പ് വോക്ക് കാണാം. അച്ചോടാ, എന്ത് ക്യൂട്ട്
കുട്ടാ, ഈ മുടി എങ്ങനെയാ ഇത്രയും വളർത്തിയേ? ഇത് ഒറിജിനൽ ആണോ? അല്ലേ? അപ്പൊ എന്നെ ഇട്ട് വളർത്തിയതല്ല? പിന്നെ വെച്ചതാ. വെച്ചിട്ട് എന്ത് ചെയ്തു അവര്? വെച്ചിട്ട് കെട്ടിത്തന്നോ? ഇത് അഴിഞ്ഞു പോവോ? ഇല്ല അല്ലേ? വോക്ക് ചെയ്തപ്പോ ഇത് അഴിഞ്ഞു പോവെന്ന് പേടി തോന്നിയിരുന്നോ? ഇല്ല അല്ലേ? നല്ല രസം ഉണ്ടായിരുന്നല്ലേ വോക്ക് കാണാൻ? എനിക്കിഷ്ടായി. സാനിക്കുട്ടീനെയും ഇഷ്ടായി. നമുക്ക് ജഡ്ജസിനോട് ഇഷ്ടായോന്ന് ചോദിക്കാം. ജഡ്ജസിന് ഇഷ്ടമാവണമെങ്കിൽ ഒരു കാര്യം പറയണം. എന്താന്നറിയാമോ? എന്താ അത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ കരുത്തുണ്ടെങ്കിൽ പരാജയം നമ്മളെ പിന്തള്ളുകയിൽ. APJ കലാമിൻ്റെ വാക്കുകളിലൂടെ തുടങ്ങട്ടെ. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് സാൻവി സതീഷ് ഫ്രം കാലിക്കറ്റ്. I am 5 years old. I am studying UKG. My school name is C. Gokulam Public School. My father name is Sadish. My mother name is Kidu. My ambition is to become a doctor. My hobbies are dancing, singing, drawing and doing videos on Instagram. Thank you for Sundari Kutti teams for selecting me to the final. അശ്ശോ, ഇത് വലിയ കുട്ടികളുടെ മത്സരമല്ല കേട്ടോ. ഇതേ കുഞ്ഞു കുട്ടികളുടെ മത്സരം. എന്തോ മിസ് കേരളയ്ക്കൊക്കെ പറയുന്നത് പോലെ കോട്ടൊക്കെ പറഞ്ഞിട്ട്. വലിയ പെൺകുട്ടിയാണോ ഇത് ഈ നിൽക്കുന്നത്? അല്ല, ചെറിയ പെൺകുട്ടിയാണോ? സുന്ദരിയാണോ? സുന്ദരിക്കുട്ടിയാണോ? സുന്ദരിക്കുട്ടി. അപ്പൊ സുന്ദരിക്കുട്ടിയുടെ ആൻസർ എന്ത് പറയിപ്പിക്കണം? നമുക്ക് കമന്റ് പറയിപ്പിക്കണോ അല്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് എന്ത് പറയിപ്പിക്കണം? കമന്റ് പറയിപ്പിക്കണം. ഓക്കെ, നമുക്ക് സലാം സാറിനോട് ചോദിച്ചാലോ കമന്റ്? സോ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ മിസ് കേരള? ഞങ്ങളുടെ കുഞ്ഞു മിസ് കേരളയുടെ പെർഫോമൻസ്? സാൻവിക്കുട്ടി, ഒരു രക്ഷയില്ലല്ലോ മോളെ. എന്ത് ഭംഗിയാ മോളെ കാണാൻ, എന്ത് ക്യൂട്ടായിരിക്കണോ. ഇത് ആര് ഡിസൈൻ ചെയ്ത ഈ ഡ്രസ്സ്? അമ്മ അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മയോട് ഒരു കൺഗ്രാറ്റ്സ് പറ, ഇത് സെലക്ട് ചെയ്തതിന് കേട്ടോ. നല്ല രസമുണ്ട് മോളുടെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് എടുത്ത് കാണിക്കുന്ന കോസ്റ്റ്യൂം. എനിക്കിഷ്ടമായി. ഓക്കെ, പിന്നെ വാക്കിൻ്റെ കാര്യത്തിൽ സാധാരണ നമ്മൾ റാം വാക്കിൽ ബാക്കി എല്ലാവരും ഫാസ്റ്റായിരുന്നു. പക്ഷെ മോള് വളരെ സ്ലോയിൽ സമയമെടുത്ത് അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സിൽ അങ്ങ് കവർ ചെയ്തു പോയി. പിന്നെ സെൽഫ് ഇൻട്രോയുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് വലിയ കോട്ടൊക്കെയാ. ഇത് ആര് പഠിപ്പിച്ചു തന്ന മോൾക്ക്? ആരാ ഈ മറ്റേ സെൽഫ് ഇൻട്രോ പഠിപ്പിച്ചു തന്നത്? അമ്മയാണ്. എന്നിട്ടാണോ ഇതൊക്കെ ചെയ്ത അമ്മയാണോ എനിക്ക് അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്? അമ്മ കോസ്റ്റ്യൂം തന്നു, അമ്മ കോട്ട് പഠിപ്പിച്ചു തന്നു, സെൽഫ് ഇൻട്രോ പഠിപ്പിച്ചു, നടക്കാൻ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചിട്ട് ഇവിടെ വന്ന് പറയാ എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം എന്ന്. ശരിയാണോ ഇത്? മിഠായി വേണ്ടെന്ന് പറഞ്ഞല്ലോ സാർ, മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതല്ല, ഇതൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മയ്ക്ക് വിഷമാവില്ലേ? വിഷമാവോ? അമ്മയുടെ അടുത്തുനിന്ന് ചിരിച്ചൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ? അല്ലേ? കവിളിൽ ഒരു ഉമ്മ കൊടുത്താൽ തീരൂല്ലേ അമ്മയുടെ? അല്ലേ? തീരില്ലേ? അമ്മ വളരെ സ്വീറ്റ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണല്ലേ അമ്മേനെ? ഒന്ന് പറഞ്ഞേ, അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമല്ലേ? മോൾ പറഞ്ഞല്ലോ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. പാട്ട് പാടാറുണ്ടോ? ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയ 2 വരി ഒരു പാട്ട് പാട്.
Lolly folly, right, right, right. Lolly folly, small, small, small. Lolly folly, big, big, big. ഓക്കെ, അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടെ സൗണ്ടിലൊക്കെ പറയണം കേട്ടോ. ഇനി പാട്ടൊക്കെ പാടുമ്പോൾ നല്ല ഉച്ചത്തിൽ പറയണം കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അടുത്ത റൗണ്ടിൽ ഞങ്ങൾ കാണാൻ, ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. സാനിക്കുട്ടി, നമുക്ക് അമ്മേനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാലോ എന്നാ? ഒരു ഉമ്മ കൊടുത്താലോ? സാറ് പറഞ്ഞതല്ലേ, സാറിന് ചിലപ്പോൾ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടെങ്കിലോ, നേരത്തെ അച്ഛനെ ഇഷ്ടം എന്ന് പറഞ്ഞത്. വിളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നിന്ന് നീക്കാം ആദ്യം. ഓക്കെ, എന്നിട്ട് അമ്മേന്നൊന്ന് വിളിച്ചേ. അമ്മേ വാന്ന് പറ. ഒരു ഉമ്മ കൊടുത്തേക്ക് അമ്മയ്ക്ക്. അമ്മ കുഞ്ഞിൽ നിന്നാലേ മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അമ്മ ശരിക്കും അമ്മേനെ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമല്ലോ. ഭയങ്കര ചെറിയ അമ്മയാണല്ലോ. അമ്മേനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലോ നമുക്ക്? വേണോ? ലാസ്റ്റ് കളിപ്പിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അമ്മയുടെ കൂടെ പോവാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സാൻവി കുട്ടിയുടെ ഡാൻസ് റൗണ്ട് കാണാം. സാൻവിക്കുട്ടിയാണോ ദേവിക്കുട്ടിയാണോ ഇത്? സാൻവി. പക്ഷെ എനിക്ക് ദേവിക്കുട്ടിയായിട്ടാ തോന്നിയത്. ദേവി ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കോ? ഓക്കെ, അപ്പൊ നമുക്ക് സാൻവിയുടെ ആക്ടിങ് കണ്ടാലോ? ഞാൻ ശങ്കരൻ തമ്പി. நீ யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. ആദ്യമായിട്ടാണ് ഒരാളെ ദ്രോഹിന്ന് ഇത്ര സന്തോഷത്തോടു കൂടി വിളിക്കുന്നത് ഞാൻ കാണുന്നത്. കൊല്ലൂന്നൊക്കെ പറയുന്നത് തമാശക്ക് പറഞ്ഞാണോ കൊല്ലൂന്നൊക്കെ? അത് ഞങ്ങക്ക് ഫീൽ ചെയ്തായിരുന്നു തമാശയാന്ന്. നമുക്ക് കമന്റ് ചോദിക്കാം അല്ലേ? പൂജ മാമിന്റെ അടുത്ത് ചോദിച്ചാലോ? മാം ഇത് കൂടാതെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം അല്ലേ? മാം എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞി ദേവിയുടെ പെർഫോമൻസ്? സാൻവിക്കുട്ടി, ഞാൻ ഇത്രയും നേരം വിചാരിച്ചുള്ള ഡാൻസിനെ പറ്റി ഫസ്റ്റ് പറയാന്ന്. പക്ഷെ അല്ല, എന്നെ ആദ്യമായിട്ടാണ് നാഗവല്ലി ചിരിപ്പിക്കുന്നത്. സത്യമായിട്ടും എന്തായിരുന്നു കാണിച്ചത്? അവൾ എന്ത് രസമായിട്ടാണ് കാണിച്ചത്. കോമഡി ആയിട്ട് നാഗവല്ലിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല ചക്ര പെർഫോമൻസ് ആയിരുന്നു. ഡാൻസൊക്കെ ഭയങ്കര ക്യൂട്ട്, ഒന്നും പറയില്ലടാ. ഐശ്വര്യം ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു. താങ്ക് യു മാം. യു ആർ വെൽക്കം. ഓക്കെ, നാഗവല്ലി അങ്ങ് പൊളിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. നമുക്കിനി വെസ്റ്റേൺ റൗണ്ടിൽ പോയി തകർത്താലോ? റെഡി ആണോ? റെഡി. അപ്പൊ നമുക്ക് സാൻവിക്കുട്ടിയുടെ വെസ്റ്റേൺ റൗണ്ട് കാണാം.
കാലിന് കുറച്ച് നീളം കൂടുതലാണല്ലേ? പ്രിൻസസ് കൂടുതലാണെങ്കിലും ഡ്രസ്സ് ഭയങ്കര വലുതാണ് അല്ലേ? കുഞ്ഞു ചോദ്യം ചോദിച്ചാലോ നമുക്ക്? ആരോട് ചോദിക്കണം? ആൻമരിയ മാമിന്റെ അടുത്ത് ചോദിക്കാം അല്ലേ? അതല്ലേ നല്ലത്? ആൻമരിയ മാം, ഞങ്ങളുടെ കുട്ടീനെ ഒന്ന് കുഴപ്പിക്കാമോ? UKG പഠിക്കുന്നേ? ടീച്ചേഴ്സ് ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാറുണ്ടോ? അതിൽ വാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ഷൻ സോങ് ഉണ്ടാവില്ലേ? അതൊന്ന് പാടി കേൾപ്പിക്കാമോ? എന്ത് രസമായിട്ടാ പാടിയത്, എന്ത് ക്യൂട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പെർഫോം ചെയ്യുന്നതൊക്കെ കാണാൻ. സുന്ദരി കുട്ടിയാണേ. ഇനി ഷോയില് മോഡലായിട്ടൊക്കെ പോകുമോ? വലിയ ഷോയില് വലിയ മോഡലായിട്ടൊക്കെ പോണോ കേട്ടോ. ഓക്കെ, നല്ല കുട്ടിയാണേ. അപ്പൊ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. കളിച്ചിരികളും മത്സരത്തിമിർപ്പും ഇവിടെ അവസാനിക്കുന്നില്ല. ആ ആവേശത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡിന് ഇവിടെ വിട പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കുട്ടികളുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.